അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഇന്നാണ് ആ അനുഗ്രഹീതമായ ദിനം. ദുനിയാവിലെ ഏറ്റവും ഹൈറായ ദിനം, അഫ്ളലു അയ്യാമി ദുനിയ യൗമു അറഫ ദിനമാണ്. 183 നാടുകളിൽ നിന്നുള്ള ഹജ്ജാജിമാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരമേകൊണ്ട് ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങളിതാ വരികയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന് യാതൊരു പങ്കുകാരനുമില്ല എന്ന് ഏറ്റേറ്റ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അറഫയിലേക്ക് അറഫയിൽ എത്തിച്ചേരുന്ന ദിനമാണ് ഇന്നത്തെ ദിനം. ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ദിനമാണ്. ഹജ്ജാജിമാരെ പ്രത്യേകം പരിഗണിക്കുവാനും ലോക മുസ്ലിങ്ങളെ പരിഗണിക്കുവാനും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ദിനമാണെന്ന്. നമുക്ക് ഇരു കൈകളും നീട്ടി അള്ളാഹുവിനോട് യാചിക്കാം, പ്രാർത്ഥിക്കാം, അവനോട് തേടാം, അള്ളാഹുവിനെ വാഴ്ത്താം, പുകഴ്ത്താം, അവനെ സ്തുതിക്കാം. തക്ബീറുകളിലൂടെയും തസ്ബീഹുകളിലൂടെയും തഹ്മീദുകളിലൂടെയും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് അടുത്തുകൊണ്ടിരിക്കാം. ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന കീർത്തനം ആവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ദിക്റാണ്. ആ ദിക്ർ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തെന്നാണോ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനേക്കാൾ ശ്രേഷ്ഠമായത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നാം അറിയിക്കപ്പെട്ടിട്ടുള്ളത്. ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം നോമ്പനുഷ്ഠിക്കേണ്ട ദിനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സുവാർത്ത അറിയിച്ചത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപകൃത്യങ്ങൾ പൊറുക്കുവാനും മാത്രം പ്രാപ്തമായ സൗഭാഗ്യം നിറഞ്ഞ ഒരു ദിനമാണ്, അല്ലെങ്കിൽ നോമ്പാണ് ഇന്നത്തെ നോമ്പ്. പ്രാർത്ഥനകളിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ദിക്റുകളിലൂടെയും നാം എവിടെ നിൽക്കുമ്പോഴും എവിടെ വസിക്കുമ്പോഴും നമുക്ക് അത് ധന്യമാക്കിക്കൊണ്ടിരിക്കാം. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഇരുന്നും നിന്നും നടന്നും എവിടെയിരുന്നും അതിന്റെ പവിത്രത പരിരക്ഷിക്കപ്പെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് ദിക്റുകളിലും പ്രാർത്ഥനകളിലുമായി കഴിയേണ്ടുന്ന മഹത്തായ ദിനമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കണ്ട് പ്രാർത്ഥന നടത്തിയതും ഈ അറഫയിൽ വെച്ചാണ്. റബ്ബന ഇന്നനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയത് അറഫയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ അറഫയിലെത്തി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഹാജിയുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹാജിമാരല്ലാത്തവർക്ക് അള്ളാഹു നോമ്പനുഷ്ഠാനത്തിലൂടെയും മറ്റ് ഇതര ദിക്റുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് സന്തോഷം അറിയിച്ചിട്ടുള്ള മഹത്തായ ഒരു ദിനമാണെന്ന്. ആയതിനാൽ ഈ ദിനത്തിന്റെ എല്ലാ നിമിഷാനുനിമിഷങ്ങളും പരമാവധി അള്ളാഹുവിനായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനും നാളെയിൽ പാപമുക്തരായി അള്ളാഹുവിന് മുന്നിൽ ജീവിതം സമർപ്പിക്കുവാനും നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ ഹജ്ജിനു വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ ഹജ്ജാജിമാരുടെ ഹജ്ജ് കർമ്മം വിജയകരമായി പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകളെ നരകമുക്തമാക്കുന്ന ഈ ദിനത്തിൽ നരകമുക്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.